നിന്നൂടെ അമ്മയ്ക്ക്? ഉമ്മർത്ത് വന്നിരുന്ന് നാട്ടുകാരെ കാണിക്കണോ? പൊടി. ഏയ് ഭാവന, ഭാവന ഒന്നിങ്ങോട്ട് വന്നേ. റോയിച്ച് ആ പെണ്ണെന്താ വടി കൊണ്ട് വിളിക്കുന്നത്? തല്ലാനാണോ? ഏയ് വാ പോയി നോക്കാം. അല്ല റോയിച്ചെഞ്ചല്ലേ, ഞാൻ പിന്നാലെ വരാം. ഈ നാടകത്തിൽ അഭിനയിച്ച കാശ് കിട്ടുമോ? കിട്ടും. എത്ര കാശ് കിട്ടും? ഒരു 500-1000 രൂപ വരെ കിട്ടും. ഞാൻ വന്നാ മതിയോ? അതിന് തനിക്ക് അഭിനയിക്കറിയോ? അഭിനയിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞു തന്നാ അഭിനയിച്ചു നോക്കാം. കുഞ്ഞുഞ്ഞെ, ഓ ഇവള് അഭിനയിക്കാന്ന്. ഇവിടെ അവിടെ നിന്നൊന്നും വിളിക്കണ്ട, എനിക്ക് പേരുണ്ട്, ഭാവന. ഭാവന. അപ്പൊ സ്വന്തം പേര് തന്നെ വിളിച്ചേ? അല്ല എന്താ ചെയ്യണ്ടേ? കാഴ്ചക്ക് കൊള്ളാം, നല്ല ആത്മവിശ്വാസമുള്ള മുഖം. പക്ഷെ കയ്യിലിരിപ്പത്തിരി പെശകാരനാ തോന്നുന്നത്. കയ്യിലിരിപ്പ് എന്തായാലും എന്താ, ആളെനിക്കിഷ്ടായി. രൂപന്റെ ക്യാരക്ടറിന് ഓക്കെ. അതെ, അണുബോംബുണ്ടാക്കണ കാര്യമൊന്നുമല്ലല്ലോ എത്ര ആലോചിക്കാൻ. പറ്റുമെങ്കിൽ മാത്രം എടുത്താ മതി. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കണമെങ്കിൽ 1000 രൂപ മുൻകൂറായി തരണം. ഓഹോ, അത് ശരി. അപ്പൊ കാശടിക്കാനുള്ള സൂത്രാണല്ലേ? അതെ, ഇനി റോഡ് എടുത്ത് വേണ്ട. റോയി എന്നാണല്ലേ പേര്? ആ. മിസ്റ്റർ റോയി, വാക്ക് പറഞ്ഞ ആ വാക്കിന്ന് മാറില്ല ഭാവന, സത്യം. 500 അഡ്വാൻസ്. നാടകത്തിന് മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ബാക്കി 500. സമ്മതിച്ചോ? ശരി, സമ്മതിച്ചു. കൊടുകൈ. കൈ ഇപ്പൊ വേണ്ട, കാശാണ് ആദ്യം വേണ്ടത്. ഓ